അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എക്സിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ളവർ എക്സിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കാണണ്ട എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കവറബിലിറ്റി ആൻഡ് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ലെറ്റ് അതേഴ്സ് ഫൈൻഡ് യു ബൈ യുവർ ഇമെയിൽ അഡ്രസ്. അത് ചിലപ്പം ഓണായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇത് ഓണായിട്ട് കിടന്നാൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഇനി അത് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്താലും നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ കാണാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.